പ്രിയമുള്ളവരെ, സീക്ക് സ്പോർട്സ് എന്ന ഈ കുഞ്ഞു ചാനലിനെ വിമർശിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നതുമായ എല്ലാ കൂട്ടുകാരോടും സ്വാഗതം. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിന് വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. ചാമ്പ്യൻസ് ട്രോഫി നടക്കുകയാണല്ലോ. നമ്മളുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് പരിഗണിക്കുന്നത് KL രാഹുലിനെയാണ്. പക്ഷേ അദ്ദേഹം വിക്കറ്റിന് പിന്നിലെ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണലായ അഭിപ്രായം മാത്രമായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? KL രാഹുൽ വിക്കറ്റിന് പിന്നിലെ ദുരന്തമോ? പകരം ഋഷഭ് പന്തിനെ എടുത്തുകൂടെ? കാരണം ഋഷഭ് പന്ത് ഒരു ബാറ്ററാണ്, KL രാഹുലും വളരെ മികച്ച ബാറ്ററാണ്, അംഗീകരിക്കുന്നു. പിന്നെ ഇന്ത്യക്കുള്ളൊരു പ്രശ്നം റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാരുടെ ഒരു കോമ്പിനേഷൻ പരമ്പരയിലില്ല. അക്ഷർ പട്ടേലെ കുറച്ച് ബാറ്റർ, അതും അദ്ദേഹം ഫുൾ ടൈം ബാറ്ററായി കാണാൻ കഴിയില്ല. രവീന്ദ്ര ജഡേജയും ഉണ്ട്. രണ്ടുപേരും ഓൾറൗണ്ടർമാരാണ്. ബാക്കി മെയിൻ ബാറ്റർമാരെല്ലാം റൈറ്റ് ഹാൻഡഡ് ബാറ്റർമാരാണ്. KL രാഹുലിന് പകരം ഋഷഭ് പന്തിനെ പരിഗണിച്ചുകൂടെ? കാരണം ഏകദിനത്തിൽ വളരെ മികച്ച റെക്കോർഡാണുള്ളത് ഋഷഭ് പന്തിനും. KL രാഹുലിനെ മാറ്റി ഋഷഭ് പന്തിനെ വേണമെങ്കിൽ എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ കളികളിലെല്ലാം വിക്കറ്റിന് പിന്നിൽ അദ്ദേഹം ദുരന്തമായി മാറുകയായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ തുടരെയുള്ള അവസരങ്ങൾ KL രാഹുൽ നഷ്ടപ്പെടുത്തുന്നതാണ് കാണേണ്ടത്. ബംഗ്ലാദേശിനെതിരെ, പാകിസ്ഥാനെതിരെ ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ തികഞ്ഞ പരാജയമായിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ തന്നെ അക്ഷർ പട്ടേൽ എറിഞ്ഞ 11ാം ഓവറിലെ 6ാം പന്തിൽ കെയ്ൻ വില്യംസൺ നൽകിയ അവസരം KL രാഹുൽ കൈവിട്ടത്. മത്സരത്തിൽ ഇന്ത്യ 44 റൺസിന് ജയിച്ചെങ്കിലും KL രാഹുലിൻ്റെ ചില പിഴവുകൾക്ക് ബൗണ്ടറി ഉൾപ്പെടെ വലിയ വില നൽകേണ്ടി വരികയും ചെയ്തു. അക്ഷർ പട്ടേൽ എറിഞ്ഞ 11ാം ഓവറിൽ 6ാം പന്തിലാണ് കെയ്ൻ വില്യംസൺ നൽകിയ അവസരം രാഹുൽ കൈവിട്ടത്. വില്യംസന്റെ ബാറ്റിൽ ഉറഞ്ഞ പന്ത് വിക്കറ്റിന് തൊട്ടു പിന്നിൽ നിൽക്കുകയായിരുന്ന രാഹുലിൻ്റെ നേർക്കാണ് എത്തിയതെങ്കിലും താരത്തിന് അത് കയ്യിലൊതുക്കാനാവുന്നില്ല. രാഹുലിൻ്റെ ഗ്ലൈവിൽ തട്ടി സ്ലിപ്പിലേക്ക് പോവുകയായിരുന്നു പന്ത്. അർദ്ധ സെഞ്ചുറി അടക്കം നേടി ടീമിൻ്റെ ചേസിങ്ങിന് ചുക്കാൻ പിടിച്ച വില്യംസിൻ്റെ വ്യക്തിഗത സ്കോർ 17 റൺസിൽ, കേവലം 17 റൺസിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ ഈ ക്യാച്ച് പാഴാക്കിയത്. ഇത് കണ്ട് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ അസ്വസ്ഥനാകുന്ന ദൃശ്യങ്ങളും സൂപ്പർ താരം വിരാട് കോഹ്ലി ഗ്രൗണ്ടിൽ വെച്ച് തന്നെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്ന രംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നിങ്ങൾ കണ്ടിരിക്കാം. ഇതോടെ രാഹുൽ ന്യൂസിലൻഡിന് വേണ്ടിയാണോ കളിക്കുന്നത് എന്ന് പോലും പലരും ട്രോളുകയുണ്ടായി. നേരത്തെ ബാറ്റിങ്ങിലും രാഹുലിന് തിളങ്ങാൻ ആകുന്നില്ല. 29 പന്തുകൾ നേരിട്ട രാഹുൽ 23 റൺസ് മാത്രം എടുത്ത് പുറത്താകുകയായിരുന്നു. മിച്ചൽ സാൻഡറുടെ പന്തിൽ ടോം ലാഥം ക്യാച്ച് എടുത്താണ് രാഹുലിനെ പുറത്താക്കിയത്. അദ്ദേഹത്തെ ഒരു ബാറ്ററാക്കി പരിഗണിച്ചാലും അവസാന 10 ഇന്നിങ്സുകളിൽ അദ്ദേഹം ഋഷഭ് പന്തിലുപരി ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന 10 ഇന്നിങ്സുകൾ പരിശോധിച്ചാൽ അര സെഞ്ചുറി അടിച്ച ഏകദേശം ഒരു ഇന്നിങ്സ് മാത്രമേ കാണൂ. ബാക്കിയൊന്നും മര്യാദയ്ക്ക് കളിച്ചിട്ടില്ല. പക്ഷേ ഋഷഭ് പന്ത് അവസാന 10 ഇന്നിങ്സ് നോക്കിയാൽ ഒരു സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 40 ആവറേജ് സ്കോറുണ്ട് അദ്ദേഹത്തിന് 10 മത്സരങ്ങളിൽ നിന്ന്. ഋഷഭ് പന്തിനെ പരിഹരിച്ചുകൂടെ? ഇന്ത്യക്ക് ഒരു ഇടങ്കയ്യൻ ബാറ്റർ കൂടി ആകുമല്ലോ. വിക്കറ്റ് കീപ്പർ KL രാഹുലിനേക്കാളും മികച്ച വിക്കറ്റ് കീപ്പർ തന്നെയാണ് അദ്ദേഹം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോയിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ ക്ഷമിക്കുക. കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ഇടുക. അടുത്ത വീഡിയോയിൽ കാണാം.